തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗലാപുരത്തേക്കും തിരിച്ചും ആഴ്ചയിൽ 2 ദിവസം സർവീസ് നടത്തുന്ന മുഴുവൻ കമ്പാർട്ട്മെന്റുകളും ജനറൽ ആയിട്ടുള്ള അന്ത്യോദയ എക്സ്പ്രസ് മാർച്ച് 6 മുതൽ തലശ്ശേരിയിലും സ്റ്റോപ്പ്. ആഴ്ചയിൽ വെള്ളിയിലും ഞായറുമായി 2 ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ 2018 ജൂൺ 9 മുതലാണ് സർവീസ് ആരംഭിച്ചിരുന്നത്. എന്നാൽ ദീർഘദൂര യാത്രകൾക്ക് ഏറെ ആശ്വാസകരമായ ഈ ട്രെയിനിന് തുടക്കം മുതൽ കഴിഞ്ഞ 8 വർഷത്തോളമായി തലശ്ശേരിയിൽ സ്റ്റോപ്പില്ലായിരുന്നു. സ്റ്റോപ്പില്ലാതെ തലശ്ശേരിയിലൂടെ കടന്നുപോകുന്ന 23 ട്രെയിനുകൾക്കും തലശ്ശേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. റെയിൽവേ മുൻ ആമിനിറ്റി കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ്, ഷാഫി പറമ്പിൽ എം പി, വി ശിവദാസൻ എം പി തുടങ്ങിയവരുടെയും തലശ്ശേരി വികസന വേദിയുടെയും റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ നിരവധി സംഘടനകളുടെയും നിരന്തര ശ്രമഫലമായിട്ടാണ് പ്രധാന ട്രെയിനായ അന്ത്യോദയ എക്സ്പ്രസിന് റെയിൽവേ സ്റ്റോപ്പ് അനുവദിച്ചത്. ഈ ട്രെയിൻ നിത്യേന സർവീസ് നടത്താനും സാധ്യത തെളിയുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ മലബാർ ക്യാൻസർ ആശുപത്രിയും ഇന്റർനാഷണൽ എയർപോർട്ട്, NTTF, തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ്, കോട്ട, ഇംഗ്ലീഷ് പള്ളി, ജഗന്നാഥ ക്ഷേത്രം, തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം, ഓടത്തിൽ പള്ളി, തിരുനെല്ലി ക്ഷേത്രം, ശ്രീ സൂര്യനാരായണ ക്ഷേത്രം, അണ്ടല്ലൂർ കാവ്, പൊന്ന്യം ഏഴരക്കണ്ടം, അണ്ടല്ലൂർ ക്ഷേത്രം, ബ്രണ്ണൻ കോളേജ്, മുഴപ്പിലങ്ങാട് ബീച്ച്, മുഴക്കുന്ന് ക്ഷേത്രം, ഗുണ്ടർട്ട് ബംഗ്ലാവ്, പെർലശ്ശേരി ക്ഷേത്രം, ക്രിക്കറ്റ് സ്റ്റേഡിയം, പൗരാണിക സ്ഥാപനങ്ങളായ മമ്പള്ളി ബേക്കറി, ജയഭാരതി ബേക്കറി, പാരീസ് ഹോട്ടൽ, മോഡേൺ ഹോട്ടൽ, തലശ്ശേരി പാണ്ഡികശാലകൾ ഉൾപ്പെടെ ചരിത്രത്തിന്റെ ഭാഗങ്ങളായിട്ടുള്ള നിരവധി ചരിത്ര സ്മാരകങ്ങളും സ്ഥാപനങ്ങളും ഏറെയുള്ള തലശ്ശേരിയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ഈ ട്രെയിൻ ഏറെ പ്രയോജനപ്പെടും. 15,000-ഓളം യാത്രക്കാരും 10 ലക്ഷത്തിലേറെ വരുമാനവും നിത്യേനയുള്ള എ ക്ലാസ് സ്റ്റേഷനായ തലശ്ശേരിയിൽ നിർത്താതെ കടന്നുപോകുന്ന ബാക്കിയുള്ള 22 ട്രെയിനുകളിൽ പകുതിയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുവാനുള്ള സൗകര്യവും ഉത്തരവാദപ്പെട്ടവർ ഇതുപോലെ യാഥാർത്ഥ്യത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എല്ലാവരുടെയും പ്രവർത്തന ഫലമായിട്ടാണ് അന്ത്യോദയ ട്രെയിൻ തലശ്ശേരിയിൽ നിർത്താൻ സാധിച്ചതെന്ന് വികസനവേദി പ്രസിഡന്റ് KV ഗോകുൽദാസ് പറഞ്ഞു. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമായി ആഴ്ചയിൽ 2 ദിവസം തിരുവനന്തപുരം നോർത്തിൽ നിന്നും മംഗലാപുരം ഭാഗത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന അന്ത്യോദയ എക്സ്പ്രസ് എന്ന മുഴുവൻ കമ്പാർട്ട്മെൻറ്റുകളും ജനറൽ ആയിട്ടുള്ള ട്രെയിനിന് തലശ്ശേരിയിൽ നാളെ വെള്ളിയാഴ്ച രാവിലെ മുതൽ സ്റ്റോപ്പ് അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യമായി ഈ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ച റെയിൽവേ മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും ഇതിനായി അക്ഷീണം പ്രയത്നിച്ച മുൻ റെയിൽവേ പാസഞ്ചേഴ്സ് ആമിനിറ്റി കമ്മിറ്റി ചെയർമാൻ കൂടിയായ തലശ്ശേരി സ്വദേശി പി കെ കൃഷ്ണദാസിനും വടകര MP ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ഉത്തരവാദപ്പെട്ട എല്ലാവർക്കും 1000 നന്ദി തലശ്ശേരി വികസന വേദിയുടെ പേരിൽ അർപ്പിക്കുകയാണ്.